ഈ ട്രെയിനിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അവർക്കൊരു തട്ടല് മുട്ടല് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു സുഖം. വേറെ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോ പ്രോബ്ലം, വേഗം ടീറ്റിയോട് പോയി പറയാന്ന് പറയാം. ടീറ്റി ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ സംസാരിച്ചൊക്കെ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എൻ്റെ സീറ്റിൽ വന്നിരുന്നു. ഇയാൾ എന്തൊക്കെയോ കാണിക്കുക, മുട്ടാൻ വരിക, തൊടാൻ വരിക, പിടിക്കാൻ വരിക. എല്ലാവരും ഉറങ്ങുക, ഞാനും ഇയാളും മാത്രം. ഞാനൊരു ബോഗിയിൽ നിന്നും ഒരു 15 ബോഗിയോളം ഞാൻ ഓടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ഈ സമൂഹം മൊത്തം ബ്ലെയിം ചെയ്യുന്ന സ്ത്രീനെ ആയിരിക്കും. നീ എന്തിനാ പോയെ ചോദിക്കൂലേ? നിനക്ക് അതിന്റെ ആവശ്യം എന്താണ്? വെറുതെ വീട്ടിലിരുന്നാ പോരെ? ഇത്രയും സേഫ് ആയിട്ട് വീട്ടിലിരിക്കണേന് പകരം പുറത്ത് പോയതുകൊണ്ടല്ലേ ഇവൻ അങ്ങനെ തോന്നിയത്, നിന്നെ കണ്ടതുകൊണ്ടല്ലേ ഇവൻ അങ്ങനെ തോന്നിയത്. അതായത് ആണുങ്ങൾ എന്തും ചെയ്യും, നിങ്ങൾ അവരുടെ മുന്നിൽ പോയി നിൽക്കരുത്, നിങ്ങൾ പെടരുത്. നിങ്ങളുടെ ഡ്രസ്സിങ് ആണ്, നിങ്ങളുടെ സംസാരമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് ആണ്, ഇതൊക്കെയാണ് ഒരാണിനെ പ്രലോഭിപ്പിക്കുന്നത്. പ്രലോഭനം ഉണ്ടാവുന്ന അവനല്ല പ്രോബ്ലം. ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, നമ്മൾ ആ സമയം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഓണർ അവരിങ്ങനെ പറയാണ് കല്യാണം ഉറച്ചു എന്ന് പറഞ്ഞ സമയത്ത്, ഏതാ ഷിമ്മിട്ടിട്ട് പുറത്തിരിക്കുന്ന ആ കൊച്ചുകുട്ടിക്കോ, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഈ ചെറിയ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാണോ എന്നാണ് അവര് പോലും വിചാരിച്ചത്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. ഹാർവിയോറ പ്രസൻസ് ബി വിത്ത് രമ്യ, ആഴങ്ങളിലേക്ക് ഒരു യാത്ര. ഇന്ന് ബി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം ഉള്ളത് വളരെയധികം എന്താ പറയാ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ, അയ്യോ ഇതെന്താണ് ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ പഴിക്കുക, ഇങ്ങനെയൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇന്റൻഷനോട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ തിരിച്ചങ്ങ് എന്നാ ശരി ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചു പോരുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറേ ഒക്കെ ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ ഇന്നിപ്പോ നിങ്ങളെ പരിചയപ്പെടാൻ പോകുന്ന, അല്ലെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ മനസ്സിലാവും, ജീവിതത്തിൽ ഒന്നോ രണ്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതും വളരെ യങ് ഏജ് മുതൽ ഒരുപാട് പ്രശ്നങ്ങളെ വളരെ എന്താ പറയാ, ആ ഒരാളുടെ ശരിക്കും ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെ നല്ല എന്താ പറയാ, ജീവിതത്തെ വളരെ വാശിയോടെ കണ്ട് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന സൽഹ. സൽഹ, ബി വിത്ത് രമ്യയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് പൊന്തി പോയി. അതൊന്നുമില്ല സൽഹ, ഞാൻ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞ സൽഹയുടെ ഓരോ കാര്യങ്ങൾ ഞാനായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോ, ഇത്രയേറെ ആരും പകുതിക്ക് വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇനി പോയേക്കാണ്, ഇത് എനിക്ക് വിധിച്ചിട്ടില്ല. പലരും അത് എല്ലാം വിധിയുടെ മേളിലേക്ക് അങ്ങ് തള്ളിവിടാറുണ്ട്. ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ട്രാക്കിലൂടെ അങ്ങ് ഇതായിരിക്കും എന്റെ വിധി എന്നും പറഞ്ഞ് പോകുന്ന ഒരുപാട് പേരിൽ നിന്നും, ഇതല്ല ഞാൻ വിചാരിച്ചത്, എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എവിടുന്നാന്നില്ലാത്ത ഒരു ശക്തിയാണ് എപ്പോഴും സലഹയ്ക്ക് പ്രോബ്ലംസിലെല്ലാം കൂടെ നിന്നിരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം ഇല്ല എനിക്ക് പറ്റില്ല, ഞാൻ ഭയങ്കര വീക്കാണെന്ന് തോന്നി എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മളെ തിരിച്ച് ആ ജീവിതം, ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്, എനിക്ക് ഇതല്ല കിട്ടേണ്ടത്, എൻ്റെ വേറെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരാനുള്ള ശക്തി നിനക്കുണ്ട് എന്ന് പറയുന്ന ഉള്ളിൽ എന്തോ ഒരു ഫയർ നമ്മളെ ശരിക്കും കൊണ്ടുപോയി എന്ന് വേണം പറയാന്. എന്നാൽ അത് എത്ര യങ് ഏജിൽ, 15 വയസ്സ് 16 വയസ്സിലോ കല്യാണം കഴിച്ചതാണ്? 17ാമത്തെ വയസ്സിൽ, 17ലാണ് കല്യാണം. ഓക്കെ, എന്നാൽ കൂടിയും എത്ര ഏർലി ഒരു കല്യാണം കഴിഞ്ഞു. അന്നേരം നമുക്ക് ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം ഒന്നും എത്തിയിട്ടേ ഇല്ല. ആ സമയത്ത് ലൈഫിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് വന്ന പ്രശ്നങ്ങളാണ് ഇത്. എനിക്ക് ഒരുപക്ഷെ ഇപ്പം എല്ലാം തന്നെ സൽഹയുടെ കാര്യങ്ങൾ അറിയാം. നമ്മുടെ മൈൽ സ്റ്റോണിന്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും സൽഹ ആരാണ്, എന്തുകൊണ്ടായിരിക്കും സൽഹ ഇന്നിപ്പോ ആ സീറ്റിൽ ഇരിക്കുന്നുണ്ടാവുക, ബി വിത്ത് രമ്യയിൽ എങ്ങനെ എത്തി, നമുക്ക് ആ കഥ ഒന്നും കൂടെ ഒന്ന് പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ 17ാമത്തെ വയസ്സിൽ മാരേജ് എന്ന് പറയുന്ന സമയത്ത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ഇപ്പൊ നോർമലി ഇപ്പൊ മുസ്ലിം ഫാമിലിയിൽ വേഗം കല്യാണം കഴിച്ചു കൊടുക്കും എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു ടോക്കൊന്നും ഉണ്ടായിരുന്നില്ല. 18 വയസ്സ് കഴിയട്ടെ അല്ലെങ്കിൽ വേഗം കെട്ടിക്കണം അങ്ങനത്തെ ഒരു സംസാരമേ ഇല്ലാതെ ഇരുന്ന ഭാഗത്തിൽ നിന്നും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ സ്കൂളിലെ ബെഞ്ചിൽ നിന്ന് പിടിച്ച് നേരെ കിച്ചണിലേക്ക് കൊണ്ടിട്ടൊരു അവസ്ഥയാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായത് എന്നുള്ളത്. പെട്ടെന്ന് ഇപ്പൊ വിധി എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഫാദർ, അതായത് എൻ്റെ അത്ത ഒരിക്കലും
എന്നെ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ച് കൊടുക്കുന്ന പ്രതീക്ഷിച്ച ആളേ അല്ല. 20 ഡേയ്സിലാണ് നമ്മുടെ മാരേജ് നടക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞതും അറബി കോളേജിലാണ് പോകുന്നത്. ഈ അറബി കോളേജിൽ എന്ന് പറയുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചതിൽ നിന്നും മൊത്തം ഡിഫറെൻ്റ് ആയിട്ടാണ്. കോളേജിൽ ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ട്, പക്ഷെ ഇടയിൽ സ്ക്രീൻ ഉണ്ടാവും. നമുക്ക് അവരുമായിട്ട് യാതൊരു കോണ്ടാക്ട് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു കൾച്ചർ വേറെ തന്നെയാണ്. അത് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യമോ അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിലൊന്ന് ആഡ് ചെയ്തോട്ടെ. കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും അത് വളരെ സ്മൂത്ത് ആയിട്ട് കോളേജിൽ പോയ പോലെയാണ് ഇപ്പം സൽഹ പറയുന്നത്. എന്നാൽ സൽഹനെ എല്ലാവരും ഓമനത്തോടു കൂടി വിളിക്കുന്നത് സിലു സിലു എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇനി സിലു എന്നങ്ങ് വിളിക്കുന്നു. സിലുവിന് ശരിക്കും ഈ അറബി കോളേജിൽ പഠിക്കണമെന്നായിരുന്നില്ല ആഗ്രഹം. സിലുവിന്റെ മനസ്സിലുണ്ടായിരുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സയൻസ് ഫീൽഡിലേക്ക്, ഒരു ഡോക്ടർ ആവണം, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്ന തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്ന സിലു തീരെ ആഗ്രഹമില്ലാതെ അച്ഛന്റെ ഒരൊറ്റ നിർബന്ധത്തിലാണ് ഈ അറബിക് സ്കൂളിൽ ചെന്നെത്തിയെന്നുള്ളത്. കാരണം അത് പറഞ്ഞാൽ മാത്രമേ സിലു ഇനി പറയാൻ പോകുന്ന കാര്യത്തിന്റെ ആ ഡെപ്ത് ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുള്ളൂ. അതായത് സയൻസ് ആണ്, അതായത് മെഡിക്കൽ ഫീൽഡ് ആണ് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യമെങ്കിലും പക്ഷെ എനിക്ക് സയൻസ് കിട്ടൂല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മാർക്കിൽ വളരെ കുറവായിരുന്നു. വീട്ടില് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല, തറവാട്ടിലായിരുന്നു. സിലു എത്രാമത്തെ കുട്ടിയാ? ഞാൻ 3ാമത്തെ മോള്, അതായത് ലാസ്റ്റത്തെ മോള്. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും 3 മക്കളാണ്. 2 ബ്രദേഴ്സ് ആണ് മൂത്തത്, ഞാൻ 3ാമത്തെ ആളാണ്. അപ്പോ അത് ഭയങ്കര കഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. ഉപ്പാക്ക് എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്കർ എന്ന് പറയാനും പറ്റൂല, ആരും അറിയില്ല, ആള് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും അറിയില്ല. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നല്ല എഡ്യൂക്കേഷൻ കാര്യങ്ങളാണ് എല്ലാവർക്കും മക്കൾക്കൊക്കെ കൊടുത്തതെല്ലാം. അപ്പൊ എന്നിട്ട് ഈ സയൻസ് കിട്ടൂലെന്ന് തോന്നിയപ്പോൾ എൻ്റെ ചെറിയച്ഛൻ അഡ്വക്കേറ്റ് ആണ്. അപ്പൊ നമ്മൾ കണ്ടു വളർന്നത് അതാണല്ലോ. അപ്പൊ എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് LLBക്ക് ജോയിൻ ചെയ്യണം എന്നതായിരുന്നു എൻ്റെ ഒരു മോഹം. സെക്കൻഡ് പ്ലാൻ. അതെ, സെക്കൻഡ് പ്ലാൻ B എന്ന് പറയുന്ന സംഭവം. പക്ഷെ അവിടെ ഞങ്ങളുടെ മിഷൻ സ്കൂളുണ്ട്, അതിൽ സീറ്റ് വാങ്ങിച്ചു തരാൻ ഞാനിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ കാര്യം ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ബാത്റൂമിൽ ഇപ്പൊ പറയുമ്പോൾ അതൊക്കെ ഒരു തമാശ പോലെ ചിരിച്ചു പറയെങ്കിലും ആ സമയത്ത് ഒരു 14ാമത്തെ വയസ്സിലാണ് 10th കഴിയുന്നത്. അപ്പോഴൊക്കെ 14ാമത്തെ വയസ്സിലാണ് കുട്ടികളുടെ കഴിയുക. അപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കരയായിരുന്നു. ആരും പറയാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ അത്ത പറയാണ്, ഓക്കെ നാളെ നമ്മൾ ഒരു കോളേജിൽ സീറ്റ് എടുക്കാനായിട്ട് പോവാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ ഹോസ്റ്റലിലൊക്കെ നിർത്താൻ പോവാണ്, ഇനി പഠിച്ചു കളിക്കാം. മനസ്സിലതായിരുന്നു, ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് അറിയില്ലായിരുന്നു അവിടെ ഫുൾ ആൻഡ് ഫുള്ളി അറബി മാത്രമായിരിക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു. ഈവൻ എൻ്റെ അത്താക്ക് പോലും അറിയില്ല അവിടുത്തെ സബ്ജക്ട്സ് എന്താണ് എന്നുള്ളത്. മക്കൾ നന്നായിട്ട് വരാൻ വേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ബുക്സ് തുറന്ന് നോക്കുമ്പോൾ മൊത്തം അറബീന്റെ എസ്സേകളാണ്. നമുക്ക് നോർമൽ മദ്രസയിൽ പഠിച്ചവർക്കൊന്നും വായിക്കാൻ പറ്റാത്ത പോലത്തെ അറബി. ഞാൻ വിചാരിച്ചത് എങ്ങനെയാ ദൈവമേ, ഞാൻ എങ്ങനെയാ പഠിച്ചത്, ഇതൊക്കെ ഞാൻ ഒന്ന് പഠിച്ചെടുക്കുക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. കാരണം ഇതാണ് ഇനി എൻ്റെ ലൈഫ്. അപ്പൊ എൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിന്റെ ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞാലും നിന്റെ കയ്യിൽ ഒരു ജോലി വേണം. ഇതാവുമ്പോ 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗവൺമെന്റ് സ്കൂളിൽ ജോലിക്ക് കയറാൻ പറ്റും. ഭാവിയുള്ള ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പിന്നെ കോളേജിൽ എല്ലാവരും ഉറപ്പിച്ചു ഇവള് ടീച്ചർ. അതായത് അപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോ ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ടാവുമല്ലോ. അപ്പൊ ഇവർ ഉറപ്പിച്ചിട്ട് സൽഹ ടീച്ചറാണ്, പിന്നെ അത് ഉറപ്പിച്ചു. ബാക്കിയുള്ളവരുടെ ജീവിതം എങ്ങനെയെന്ന് പോലും അറിയില്ല. പക്ഷെ അവിടെ നടന്ന ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും ടീച്ചറായി 40,000 രൂപയോളം സാലറി വാങ്ങി ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അതിലും എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നെങ്കിലും എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തും, എവിടെയോ ഉള്ളിലൊരു സംഭവം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കാന്ന് അറിയില്ലേ, അതായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു അഫ്ലൽ കോഴ്സ് കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, നമ്മൾ ആ സമയം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഓണർ അവരിങ്ങനെ പറയാണ് കല്യാണം ഉറച്ചു എന്ന് പറഞ്ഞ സമയത്ത്, ഏതാ ഷിമ്മിട്ടിട്ട് പുറത്തിരിക്കുന്ന ആ കൊച്ചുകുട്ടിക്കോ, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ ചെറിയ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാണോ എന്നാണ് അവര് പോലും വിചാരിച്ചത്. എന്നിട്ട് അത്ത എങ്ങനെയാന്ന് വെച്ചാൽ പെട്ടെന്നൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആള് ഇങ്ങനെ ആരോ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. നോക്കിയ സമയത്ത് ആള് സ്മോക്കൊന്നും ചെയ്യൂല. ഓക്കെ, എൻ്റെ മോളുടെ ലൈഫ് ഭദ്രമായിരിക്കും, നന്നായി കെയർ ചെയ്യും അങ്ങനെയെന്നൊക്കെയാണ്. കാരണം അത്ത നന്നായിട്ട് സ്മോക്ക് ചെയ്യായിരുന്നു.
അപ്പൊ ഞങ്ങൾക്ക് ആർക്കും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതന്വേഷിച്ചപ്പോ ഓക്കെ, ആള് ഗൾഫിലാണ്, ജോലി കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. നല്ലൊരു മനുഷ്യൻ, അതാണല്ലോ നമ്മുടെ മോളുടെ ഭാവിക്ക് വേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം അങ്ങനെ കഴിഞ്ഞത്. ഓക്കെ, അങ്ങനെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ പേര് അബ്ദുൽ ഗഫൂർ. ഓക്കെ. അപ്പോ ഗൾഫിലായിരുന്നു ആള്. അതിന് ശേഷം കല്യാണം കഴിഞ്ഞ 60 ദിവസത്തിന് ശേഷം, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആ സമയം എണ്ണി വെക്കും, 1 2 3 ഇത്ര ദിവസമേ ആള് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എണ്ണല്ലോ. 63ാമത്തെ ദിവസം ഗൾഫിലേക്ക് തിരിച്ചു പോവാണ്. പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പെൺകുട്ടിയെയും ഇതുപോലെ ആ ഒരു ചെറിയൊരു പ്രായത്തിൽ, അതും ഗൾഫുകാരായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് കൊടുക്കരുത്. കാരണം നമ്മൾ അത്രയും അവിടെ സ്ട്രഗിൾ ചെയ്യും. കാരണം നമുക്ക് ആകെ അറിയുന്നത് നമ്മൾ ഇൻറ്റിമേറ്റ് ആയി, നമ്മൾ കുറച്ച് ക്ലോസ് ആയിരിക്കുന്ന ഈ ഒരു ഹസ്ബൻഡിനോടായിരിക്കും. വിവാഹം കഴിഞ്ഞ് 17 വയസ്സെന്ന് ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തില് നമ്മള് വേറൊരു വീട്ടില്, അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എൻ്റെ അത്ത, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങളമാര്, ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. തികച്ചും ആരാണ് എന്താണ് ഒന്നും അറിയാത്തൊരു വീട്ടിലേക്ക് നമ്മൾ കയറി പോവാണ്. ഒരുപാട് ഈ പ്രതീക്ഷകൾ എല്ലാവരും പറയുന്ന പോലെ നമ്മളിങ്ങനെ ചിന്തിക്കും, ഒരു പെണ്ണിന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഒരുങ്ങ, നല്ല ആഭരണങ്ങളൊക്കെ കിട്ടും, പുതിയ ഡ്രസ്സ് കിട്ടും, ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞാൽ കുറെ ടൂറൊക്കെ പോവാം. ഇതൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ, കാണുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. അതിനകത്ത് വേറൊരു സംഭവമാണ്, വേറൊരു ലോകമാണ്. പിന്നെ അങ്ങോട്ട് ഭാരങ്ങളും പ്രാരാബ്ദങ്ങളും നമ്മളിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. അതുവരെയും ഒരു കൊച്ചു കുട്ടിയായിട്ടിരുന്നാൽ നമ്മള് ആ വീട്ടിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുമോളാണ്. പിന്നെ നമ്മുടെ ഹസ്ബൻഡിന്റെ ഏജ് എന്താണോ ആ ഏജാണ് നമ്മളെ അവര് കാണുന്നത്. പക്ഷെ നമുക്കതറിയില്ലല്ലോ. ചിലരൊക്കെ വന്നിട്ട് നമ്മളെക്കാളും വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് അമ്മായി, ആന്റി എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ വിളികൾ കേൾക്കല്ലേ. പക്ഷെ അതൊന്നും നമുക്കൊരു പ്രോബ്ലം ആയിരുന്നില്ല. ഈ ഹസ്ബൻഡ് വിട്ടു പോകുമ്പോ ആ വീട്ടിൽ നമ്മള് അവസ്ഥപ്പെടുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് ഈ ഭൂമിയിൽ. അത് ഈ വഴിയിലൂടെ കടന്നുപോയ പെൺകുട്ടികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് ജസ്റ്റ് സ്റ്റോറി. എന്താ ഇപ്പൊ ഇവളെന്തൊക്കെയാ പറയണെന്നുള്ളത് തോന്നാം. പക്ഷെ ഞാൻ പിന്നെ അങ്ങോട്ട് അല്ലാതെ ഒരു മാനസികമായിട്ടും ഒറ്റപ്പെടല് അതായത് എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു ഇതല്ലല്ലോ. ഓക്കെ, അപ്പൊ അതിനുശേഷം അദ്ദേഹം അങ്ങനെ 63 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോയി, ജോലിക്കായിട്ട് ഗൾഫിലേക്ക് പോയി. പിന്നീട് അങ്ങോട്ട് എപ്പോഴാ തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞിട്ട് കാത്തുനിന്ന്, അതായത് നമ്മുടെ വീട്ടിലേക്ക് എന്നാ ഒന്ന് പോവാ വെയിറ്റ് ചെയ്തിരിക്കും. ഇവിടെ 15 ദിവസം, അവിടെ 10 ദിവസം, അല്ലെങ്കിൽ ഇവിടെ 20 ദിവസം, അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ 20 ദിവസം നിക്ക, 10 ദിവസം അമ്മയുടെ വീട്ടിൽ. ആ 20 ദിവസം ആവാൻ വേണ്ടിട്ട് ഓരോ ദിവസം ഇങ്ങനെ 1 2 3 എത്ര തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ സുഖമുണ്ടോ ഇല്ലേ, ഇവിടെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, സുഖമുണ്ടോ ഇല്ലേ, നമ്മുടെ വീടിന്റെ ആ ഒരു സ്വാതന്ത്ര്യമോ സമാധാനമോ ഒരിക്കലും നമുക്ക്, നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ ലോകം, അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു പ്രായത്തില്, മറിച്ച് വേറൊരു വീട്ടിലേക്ക് എങ്ങനെ ഞാനെടുത്തൊരു തീരുമാനമുണ്ട്. എനിക്ക് ഫസ്റ്റ് പെൺകുട്ടി ജനിച്ചപ്പോ അവളുടെ വിവാഹത്തിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും ചിന്തിക്കൂല. ഞാൻ പറയും ഒരു പരിധി വരെ നീ എനിക്കിപ്പോ കെട്ടണം എന്ന് പറഞ്ഞു വന്നാലും ഞാൻ വിടൂല. നീ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. മോളെ എപ്പോ കല്യാണം കഴിപ്പിക്കണം എന്നാണ് നിങ്ങൾ? ഞങ്ങൾ ഇന്നലെ ഫുള്ള് അതായിരുന്നു ചർച്ച. ഞങ്ങളുടെ അതായത് ചെക്കൻ മാത്രം സെറ്റ് ആയിട്ടില്ല, കല്യാണത്തിന്റെ എല്ലാ ചർച്ചകളും ഗുലാബി, മെഹന്തി എല്ലാം സെറ്റ് ആയി. എത്ര വയസ്സായി? ആകെ 16 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, കേൾക്കാനൊക്കെ നല്ല സുഖമാണ്, പക്ഷെ 24 വയസ്സായിട്ട് നമുക്ക് മതി. അത്രയും മതി. അത്രയും കാലം നീ സ്വാതന്ത്ര്യത്തോടെ, ആരെയും പേടിക്കാതെ, ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറയോ അല്ലെ എന്നെ എന്തെങ്കിലും ചെയ്യോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ എനിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ്, മരുമോള് നല്ലൊരു നല്ല മരുമോളാണ് എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം എന്താ പറയാ സ്വാതന്ത്ര്യം കളഞ്ഞിട്ട് ജീവിക്കാത്ത ഒരു അവസ്ഥ എനിക്ക് നിനക്ക് തരണം എന്ന് യാതൊരു നിർബന്ധവും. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും. അതുവരെ ഈ കിട്ടാം ഒരു പരീക്ഷണമാണ് വിവാഹം. ഭർത്താവ് എന്ന് പറഞ്ഞാലും ഒരു പരീക്ഷണം, നമ്മുടെ തലവരെയാണ് അല്ലേ? ശരിക്കും നമുക്ക് യോജിച്ച ഒരാളെ കിട്ടുമോ ഇല്ലയോ, അത് ലവ് മാരേജ് എത്രയോ എണ്ണം നമ്മൾ ഫെയിലിയർ ആയിട്ട് കാണുന്നു, അറേഞ്ച്ഡ് മാരേജും അതുപോലെ തന്നെ. എന്നാൽ ഇതിലൊക്കെ തന്നെ നല്ലതുമുണ്ട്. ഇതെല്ലാം ദൈവം നമുക്ക് വിധിച്ചിരിക്കുന്നത് നല്ലത് അനുഭവിക്കാനുള്ള യോഗമാണെങ്കിൽ നല്ല രീതിയിലേക്ക് വരും. അപ്പൊ ഞാൻ പറയാം അതൊരു പരീക്ഷണമാണ്. അപ്പൊ അതുവരെയും
നിനക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക. കാരണം നമ്മുടെ കയ്യിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അനുഭവിച്ച അത്രയും കാര്യങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരില്ല. സോ അത്രയും ഫ്രീഡം ആയിട്ട് നടന്നോളൂ. അതിനുശേഷം നമുക്ക് ചിന്തിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ആള് ഓക്കെ, അങ്ങനെ അദ്ദേഹം പോയി ഇങ്ങനെ 20 ദിവസം എണ്ണി കാത്തിരുന്ന് 10 ദിവസം അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. ചില സമയം പനി വരാനൊക്കെ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോവാൻ, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോവാൻ. പനി വന്നു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിലേക്ക് പോകണല്ലോ, അങ്ങനെ ചിന്തിച്ച ദിവസങ്ങൾ വരെ ഉണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരു അവനവന്റെ വീട്ടിലേക്ക് വരാൻ മറ്റുള്ളവരുടെ എന്തെങ്കിലും വേണം, കിട്ടിയിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം വേണ്ട, മനസ്സിലായി എന്ന്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ആള് ഒരു 11 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. വരുന്ന തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് ലീവ് കിട്ടിയില്ല, ഞാൻ വരുന്നില്ല എന്നുള്ളത്. ഞാൻ ആ സമയം ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ബാത്റൂമിൽ പോയി, അതൊന്നും ആർക്കും അറിയില്ലേ, ബാത്റൂമിൽ പോയിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് ഒച്ചിട്ടിട്ട് കരഞ്ഞിട്ട് എൻ്റെ അത്താനെ വിളിച്ചു പറഞ്ഞു നാളെ വരില്ല എന്നാ പറയുന്നത്. എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് പറ്റൂല, എനിക്കിനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല, ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരും, എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ അത്ത പറഞ്ഞു ഓക്കെ ശരി നീ കരയാതെ, നമുക്ക് ആലോചിക്കാം, നമുക്ക് എന്താ വേണ്ട തീരുമാനിക്കാം. അല്ലെങ്കിലും നിന്നെ ഗൾഫുകാരന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊന്നും എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞതല്ലേ, ആള് വന്നു കഴിഞ്ഞാൽ അവിടെ ഷോപ്പ് ഇട്ട് കൊടുക്കുക, അതാണല്ലോ നമ്മുടെ പ്ലാന്, അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത്ത അങ്ങനെ പറഞ്ഞിട്ട് അന്ന് സമാധാനിപ്പിച്ചു. പിന്നെ നോക്കിയപ്പോൾ ആള് വരുന്നുണ്ട്, വെറുതെ നമ്മളെ ഒന്ന് കളിപ്പിക്കാനും വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. വന്ന എല്ലാം സെറ്റ് ആവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താ പറയാ, പ്രോബ്ലംസിന്റെയും ഫിനാൻഷ്യലി ആയിട്ടുള്ള ബുദ്ധിമുട്ടിന്റെയും ഒരു വൻ കുത്തൊഴുക്ക് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ആളിപ്പോ ഗൾഫിലാണെങ്കിൽ പോലും എൻ്റെ കാര്യത്തിനൊന്നും അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ട് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് അമ്മയാണ് ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ചിലവിന്റെ കാര്യം നോക്കണ്ട. പക്ഷെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് പഠിക്കണം. ഈ 11 മാസത്തിന് ശേഷമാണ് വീണ്ടും പഠിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അത് പോസിബിൾ ആവോ, നടക്കോ, ഇവിടെ നിന്ന് പോകുന്നത് നടക്കോ എന്ന് ചോദിച്ചു. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, അതായത് അറബി കോളേജിലേക്ക് വീണ്ടും ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അപ്പം നടക്കും, എല്ലാ പണിയും ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, ആർക്കും ഒരു ബുദ്ധിമുട്ടും എൻ്റെ പഠനം കൊണ്ട് വരാത്ത രീതിയിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. കോളേജിലെ സാറൊക്കെ വിളിച്ച് സംസാരിച്ച് അവർ ഓക്കെ പറഞ്ഞു. ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ക്ലാസ്സിൽ പോകുന്ന പോലെ, ബാക്കിയുള്ള ദിവസങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്ന പോലെ. അപ്പോൾ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ അറബി കോളേജിൽ പോയിട്ട് വീണ്ടും ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മോളെ പ്രഗ്നൻ്റ് ആവുന്നത്. മോളെ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് പറ്റുന്ന പോലെ പോയി. എങ്ങനെ പോകുന്ന വെച്ചാൽ രാത്രി തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി ഫിനിഷ് ആക്കി വെക്കും. കാരണം എനിക്ക് നേരത്തെ ക്ലാസ്സിലോട്ട് പോകണം. അപ്പോൾ തലേ ദിവസം തന്നെ മാക്സിമം ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി കിച്ചൺ കംപ്ലീറ്റ് നീറ്റ് ആക്കിയതിന് ശേഷം രാവിലെ എണീറ്റിട്ട് ആണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ടിഫിൻ അമ്മ റെഡിയാക്കി വെക്കും അവിടെ വീട്ടിൽ. കാരണം ഇവിടെ എനിക്ക് നിന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല. യാത്ര ചെയ്യാൻ 1.5 മണിക്കൂറോളം നമ്മൾ വണ്ടിയിൽ നിന്നിട്ട് വേണം പോവാനും വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ടിഫിൻ ആക്കി വാങ്ങിയിട്ട് വേഗം പോകും. പിന്നെ അടുത്തടുത്തായിരുന്നോ? എൻ്റെ വീടും ഹസ്ബൻഡിന്റെ വീടും കുറച്ച് ഒരു 1 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉള്ളൂ. അതിനുശേഷം തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്കായിട്ടുള്ള പണികൾ അവിടെ തന്നെ ഉണ്ടാവും. തുണി അലക്കിയതുണ്ടെങ്കിൽ ഉണക്കാനിടാനുണ്ടാവും, പാത്രം കഴുകാനുണ്ടാവും, വന്നിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യുക. അങ്ങനെ ആയിട്ടാണ് അറബി കോളേജിൽ. അത് ഒരുപാടൊന്നും നീണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ അത് വിട്ടു, നമുക്ക് നടക്കൂല എന്നുള്ളത് മനസ്സിലായിട്ട് അത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു. മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അതുപോലെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വെയിറ്റ് എടുത്തിട്ടും അവിടെ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു സ്റ്റൈലാവുമ്പോൾ തന്നെ ഈ ടാങ്കൊക്കെ ഭയങ്കര, ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതൊന്ന് എടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതില് പോയിട്ട് ടാങ്കിന്റെ ഈ ഒരു മതിൽ എന്ന് പറയുമ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ടാവും. ഇതിന്റെ അടുത്ത് പോയിട്ട് ഇതിനകത്തേക്ക് താഴ്ന്ന വെള്ളമായിരിക്കും. നമ്മളിത് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ കോരി എടുത്തിട്ട് വരുമ്പോഴേക്ക് വയറൊക്കെ ഇങ്ങനെ മുട്ടിയിട്ടിരിക്കും. അപ്പൊ അടുത്ത വീട്ടില് ഇരിക്കുന്നവർ പറയും അവിടെ ഒരു കുഞ്ഞു കുട്ടീണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇത് നോക്ക് ഇതുപോലെ ഒരു ജീവൻ തന്നെയാണ് നിന്റെ വയറ്റിലിരിക്കുന്നത്, നീ ഇങ്ങനെ കുഞ്ഞിത് എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ? അപ്പൊ ഞാനൊന്നും പറയില്ല, ഞാനൊരു ചിരിച്ചിട്ട് ഉണ്ടാതെ ഈ വെള്ളം എടുത്തിട്ട് പോവാണ്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് എനിക്ക് അങ്ങനെ ഒരു അടിവയറ് വേദന വന്നു. ഇയാൾ ജനിക്കേണ്ട ആളായിരുന്നില്ല ആക്ച്വലി.
അപ്പൊ ഡോക്ടറത്തെ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ആൾക്ക് അങ്ങനെ ഹെവി, ഒന്നാമത് ആ ഒരു പ്രായം, എൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ വിവാഹം കഴിയുമ്പോൾ 32 കിലോ ആണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസി അതൊക്കെ കഴിഞ്ഞ ഒരു 35-38 ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കപ്പാസിറ്റി ഇല്ല ഈ കുട്ടിക്ക്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ടുള്ള പണികൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് റെസ്റ്റ് കൊടുക്കേണ്ടി വരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്കെൻ്റെ വീട്ടിൽ പോലെ വീട്ടിൽ നിൽക്കാമല്ലോ, അമ്മമാരുടെ ആ ഒരു കെയറിങ് കാര്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ആളെ പ്രസവിച്ചു. വീണ്ടും കുറച്ച് ദിവസം അങ്ങനെ മുന്നോട്ട് പോന്നു. 2.25 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ മോനെ പ്രസവിക്കുന്നു. അവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ആ മോന് ഛർദി, എന്ത് പാല് കുടിച്ചാലും ഒന്നിച്ചങ്ങട് ഈ പമ്പെന്ന് വരുന്ന പോലെ ഛർദിക്കും. നമ്മൾ എന്ത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ആൾക്ക് യാതൊരു മാറ്റവും ഇല്ല. പാലും എടുക്കുക, ഒരു പാത്രം പിടിച്ച് നിൽക്കുക, ഇതൊരു റൊട്ടീനായി. അവന് വിശക്കാതിരിക്കാൻ ഞാനിങ്ങനെ ഫീഡ് ചെയ്തോണ്ടേയിരിക്കണം. അവനത് വോമിറ്റ് ചെയ്തോണ്ടേയിരിക്കും. വേറെ ഒന്നും നമുക്ക് കൊടുക്കാനും പറ്റില്ല. കുറേ ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കി. അവസാനം കോയമ്പത്തൂരൊക്കെ കൊണ്ടുപോയി മിൽക്ക് സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കാനൊക്കെ കുഴലൊക്കെ ഇറക്കി നോക്കി. അപ്പൊ അവര് പറഞ്ഞു അവന്റെ ഇവിടത്തെ വാൾവ് അടയുന്നില്ല, ഈ വാൾവ് 2 വയസ്സൊക്കെ ആകുമ്പോഴേ അടയുള്ളൂ, ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അവൻ അതിനൊരു മാറ്റം വരുന്നു. അപ്പൊ ഭയങ്കര നമുക്കൊരു ഹാപ്പി അല്ലേ, ഇത്രയും കഷ്ടപ്പാടിൽ നിന്നും ഇങ്ങനെ ആകുമ്പോൾ. അപ്പൊ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ ബുദ്ധിമുട്ടുന്ന പോലെ എത്ര ലേഡീസ് ഇതുപോലെ ഓരോ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും, എന്തുകൊണ്ട് എനിക്കിത് പഠിച്ചുകൂടാ? മെന്റലി ഒരുപാട് ഹറാസ്മെന്റ് അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അതിനാണ് ഈ BSc സൈക്കോളജി തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി പറ്റില്ല എന്ന് ക്ലിനിക്കൽ സൈക്കോളജി എടുത്തിട്ട് നമുക്ക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയം. പക്ഷെ അത് നടന്നില്ല. അപ്പൊ പിന്നെ അത് അവിടെ അങ്ങനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അക്യുപങ്ക്ചർ, ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ, ഇങ്ങനെയുള്ള കുറച്ച് കോഴ്സുകൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഡിപ്ലോമ ഇൻ അക്യുപങ്ക്ചർ എടുത്തു, അത് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ തന്നെയായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ കൂടെ കുറേ കോഴ്സുകൾ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് PMKVY ഗവൺമെൻറ് പഠിപ്പിക്കുന്ന, സെൻട്രൽ ഗവൺമെൻറ് പഠിപ്പിക്കുന്ന ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും നല്ല വാല്യൂഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇന്ത്യൻ്റെ ഉള്ളിൽ ഇപ്പോൾ പക്ഷെ ആ ഒരു ക്യാബിൻ ഹോസ്പിറ്റലുകളിൽ മിനിമം ആയിട്ട് വന്നിട്ടുള്ളൂ, പക്ഷെ ഭാവിയിൽ വരും. പക്ഷെ പുറത്ത് നമുക്ക് ഒരു 2 ലക്ഷം രൂപ വരെ സാലറി കിട്ടുന്ന ഒരു ജോബാണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ ചെന്നൈയിലേക്ക് പോയിട്ട് പഠിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ അപ്പോൾ ആരും സമ്മതിച്ചില്ല. അതായത് ഇത്രയും കാലം എന്ന് പറയുമ്പോൾ ആരും അറിയാതെ പഠിച്ചതും എക്സാമിന് മാത്രം പോയൊരു സംഭവമാണ്. 4-5 മാസം വീടും ഈ 2 കുട്ടികളെയും വിട്ടിട്ട് നമ്മൾ ചെന്നൈയിലേക്ക് പോയി നിൽക്കുക. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ആരും സമ്മതിക്കാൻ, ഞാനത് മനസ്സിൽ പോലും എടുത്തില്ല. എല്ലാവരും സംസാരിക്കുന്നുണ്ട്, എല്ലാവരും അതിന് ജോയിൻ ചെയ്യാനൊക്കെ തീരുമാനിക്കുമ്പോൾ ഞാൻ മാത്രം മാറി ഇങ്ങനെ നിൽക്കുക. അപ്പൊ എന്നോട്, ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു സംസാരം വന്നപ്പോൾ മാത്രമേ ഞാൻ മാറി നിന്നപ്പം ക്ലാസ്സിലെ മറ്റുള്ള എല്ലാവരും ചോദിച്ചു, നീ പഠിക്കേണ്ട സംഭവം ആണ് ശരിക്കും പറഞ്ഞാൽ, നിനക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട്, ബട്ട് വൈ നീ എന്തിനെങ്ങനെ മാറിക്കണമെന്ന് ചോദിച്ചപ്പോൾ, ബട്ട് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാരീഡ് ആണ്, എനിക്ക് 2 കുട്ടികളുണ്ട്, എനിക്ക് പുറകിൽ വലിയ ഫാമിലി ഉണ്ട്, ഇവരെല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒരിക്കലും ചെന്നൈയിലേക്ക് പോകാനായിട്ട് പറ്റില്ല, നടക്കാത്തൊരു കാര്യമാണ്, ആഗ്രഹിച്ചിട്ട് വിഷമിക്കുന്നതിനേക്കാളും നല്ലത് ആഗ്രഹിക്കാതിരിക്കുന്നതല്ലേ എന്ന് പറയും. അങ്ങനെ എനിക്ക് ഇതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഫസ്റ്റ് സമ്മതം വാങ്ങിച്ചു തരാണ്. ഇങ്ങനെ ഒരു കോഴ്സാണ്, ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഫാദർ ഓക്കെ പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ അമ്മനെ സെറ്റാക്കി, കൈക്കൂലി കൊടുത്ത് സെറ്റാക്കാന്ന് പറഞ്ഞ പോലെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറയും, കാല് പിടിക്കുന്ന പോലെ ഞാനൊരു കാര്യം ചോദിക്കാൻ, എൻ്റെ മക്കളൊരു 3-4 മാസത്തിന് ഒന്ന് നോക്കുമോ പ്ലീസ്. അതിന് നീ അങ്ങോട്ട് പോകണം, ദുബായിക്ക് വല്ലതും പോകുന്നുണ്ടാന്ന് ചോദിച്ചു. നമ്മൾ ദുബായിക്കല്ല, എനിക്ക് പഠിക്കണം, എനിക്കിങ്ങനെ നല്ല സാലറി കിട്ടുന്ന പോലെ ഒരു ജോബ് വന്നിട്ടുണ്ട്, അമ്മ സമ്മതിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ, എങ്കിൽ മാത്രമേ ഇത് ആരെടുത്തെങ്കിലും പോലും പറയാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, കാരണം എനിക്ക് എൻ്റെ മക്കളെ വേറെ എവിടെയും വിടാൻ പറ്റില്ല, നമ്മുടെ അത്രയും സുരക്ഷിതമായിട്ട് ആരും ഈ ഭൂമിയിൽ നോക്കാനുമില്ല, എന്നെക്കാളും നന്നായിട്ട് നോക്കും. അപ്പൊ പറഞ്ഞപ്പോ എൻ്റെ മോന്റെ കാര്യം പറഞ്ഞല്ലോ, ഭയങ്കര വെറുപ്പിയാണ് അവൻ, അവന്റെ കാര്യം മാത്രമാണ് എനിക്കൊരു ഇത്. അപ്പൊ ഞാൻ പറയാം, എങ്ങനെയെങ്കിലും ഒന്ന് അമ്മ അഡ്ജസ്റ്റ് ചെയ്യാം, എൻ്റെ ഇനി ഞാൻ ഒന്നും പറയില്ല, അങ്ങനെയാണെന്നൊക്കെ പറയാം. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല, നിന്റെ ഈ ആഗ്രഹം നടക്കട്ടെ, അങ്ങനെയെങ്കിലും നീ ഒന്ന് രക്ഷപ്പെടുമല്ലോ, നിന്റെ പ്രയാസങ്ങൾ എനിക്ക് അങ്ങനെ കേൾക്കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചിട്ടാണ് നമ്മൾ ചെന്നൈയിലോട്ട് പോകുന്നത്. പോയി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നു. 3ാമത്തെ പ്രഗ്നന്റ്. അതെ, 7 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അതുവരെയും മോന് 7 വയസ്സാണ്. ആ സമയത്ത് 3ാമത്തെ പ്രഗ്നൻസി കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പരീക്ഷണം അങ്ങനെ കൊണ്ടുവന്ന് ടിക്ക് നിട്ടുന്ന പോലെ ആയിരുന്നു.
ഇത് ചെക്ക് ചെയ്ത് നോക്കിയ ഉടനെ ഡബിൾ ലൈൻ. വാ, എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ ഒരു പുകമറ പോലെ വന്നെങ്കിലും ഞാൻ ഫസ്റ്റ് ഹസ്ബൻഡിനെ വിളിക്കുന്നത് ഇങ്ങനെ ഒരു ടെൻഷൻ ആവണ്ട, ഞാൻ ആദ്യം ഇതാ പറഞ്ഞത്. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് 25,000 രൂപ റെന്റൊക്കെ കൊടുത്തിട്ട് വലിയൊരു ഷോപ്പൊക്കെ എടുത്തിട്ട് ക്ലിനിക്കിനൊക്കെ വേണ്ടിയിട്ടൊക്കെ സെറ്റായി നിൽക്കുന്ന സമയത്താണ് പ്രഗ്നൻസി. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റൂല. ഗവൺമെന്റ് ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണല്ലോ, ഇതിന് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രഗ്നന്റ് ആണ്, പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ. നോർമലി അബോർഷൻ എന്നുള്ളതായിരിക്കും മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത്. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രസവിക്കന്നെ, അല്ലാതെ വേറെ എന്താ, പ്രസവിക്കാം. പക്ഷെ ഈ കോഴ്സ് എങ്ങനെയും 2-3 മാസത്തിൽ തീരും. കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ വർക്ക് ചെയ്യും, മുടക്കി എല്ലാ പൈസയും തിരിച്ചെടുക്കുകയും ചെയ്യും. ഇതിനൊന്നും ഒരു പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞോ തടസ്സമാവില്ല. പക്ഷെ ഇതിപ്പോൾ ആരെടുത്തും നിങ്ങൾ പറയണ്ട. നമ്മളിത് എപ്പോഴാണോ പുറത്ത് പറയുന്നത് അപ്പം അറിഞ്ഞാൽ മതി. ഇപ്പം ആരും അറിയണ്ട, കാരണം അത് പഠനത്തിനെ ബാധിക്കും. സോ ആരടുത്തും പറയണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവാണ്. അവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഛർദ്ദിക്കാൻ വരലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്. ഇവർ ക്ലാസ് എടുക്കുന്നവർ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഡോക്ടർ പോയത് ഒരൊറ്റ വീഴ്ചയായിരിക്കും, തലകറക്കം, ഛർദ്ദിക്കാൻ വരലും ഒക്കെ ആയിട്ട്. പക്ഷെ കൂടെ ഉള്ളവർക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്ന് ഇതിൻ്റെ ഇടയിൽ നാഷണൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള MHRDയുടെ ഒരു കോഴ്സും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടണമായിരുന്നു. ഈ ഡയറ്റിൻ്റെ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അതിലവർ പഠിപ്പിക്കുന്നത്. അതിന് പക്ഷെ പോകുമ്പോഴേക്കും ഞാൻ മൊത്തത്തിൽ വീക്കായി. എനിക്ക് ഫുൾ റെസ്റ്റ്, അതായത് ബേബി താഴേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് ഫീൽ ആയി തുടങ്ങി. അന്നേരത്തേക്ക് എത്ര മാസമായി? 4 മാസം കഴിഞ്ഞു, 5 മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഒരു യൂട്രസിന്റെ ആണോ എന്തിന്റെ ആണോ എന്നറിയില്ല, എനിക്കിങ്ങനെ ഫീൽ ആവും. ഞാൻ നടക്കുന്ന സമയത്ത് ടക് ടക് ഇങ്ങനെ എന്തോ വരുന്ന പോലെ. ഞാനിത് ആരോടും പറയാതെ വെച്ചിരിക്കുക. ആ സമയത്താണ് ട്രെയിനിൽ പോകുമ്പോൾ, ഈ ട്രെയിന് രാത്രി സമയത്തുള്ള ഒരു ഫാസ്റ്റ് സ്പീഡ് ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ട്രെയിന് പോയി ഇടിക്കാൻ പോവാ അല്ലെങ്കിൽ എന്തെങ്കിലും ആവാൻ പോവാണെന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി, ഞാൻ വീണ്ടും എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ ഞാൻ ബലി കൊടുക്കുകയാണോ. കുഞ്ഞിന് ഷുവർ ആയിട്ടും അബോർഷൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാല് തീർന്നില്ല, എല്ലാരും ബ്ലെയിം ചെയ്യും. അതെ, ബ്ലെയിമിങ് മാത്രല്ല, ഞാൻ തന്നെ സ്വയം ബ്ലെയിം ചെയ്യും. കാരണം എനിക്ക് കുഞ്ഞുങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ജീവനാണ്. അപ്പൊ ഈ മോൾക്കൊന്നും സംഭവിക്കുകയും ചെയ്യരുത്, മോളായിരുന്നു, ഒന്നും സംഭവിക്കുകയും ചെയ്യരുത്, എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം, ഒരു 5-6 ക്ലാസ്സും കൂടെ പഠിച്ചോനെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തിക്കൊണ്ടാ, ഒന്നും സംഭവിക്കരുത്. എന്നിട്ട് ആ സമയത്താണ് ഞാൻ മോളോട് സ്വയം, ട്രെയിനിലെല്ലാവരും ഉറങ്ങുന്ന സമയമാണ്, താങ്ങി പിടിച്ചോണ്ട് ഞാൻ അവളോട് ഇങ്ങനെ പറയും, നിനക്കൊന്നും പറ്റില്ല കേട്ടോ, അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് പഠിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ മോക്കൊന്നും സംഭവിക്കൂല, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഇങ്ങനെ ഞാൻ പറയല്. നമുക്കൊന്ന്, അതായത് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ആ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ട്രെയിനിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, നമ്മൾ എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് പോണത് എന്ന് ഈ പോകുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല. അവർക്കൊരു തട്ടല് മുട്ടല് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു സുഖം, ഒരു TT ആണോ, TT ആരെങ്കിലും വേറെ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോ പ്രോബ്ലം, വേഗം TTയോട് പോയി പറയാമെന്ന് പറയാം. TT ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ സംസാരിച്ചൊക്കെ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എൻ്റെ സീറ്റിൽ വന്നിരുന്നു, ഇയാൾ എന്തൊക്കെയോ കാണിക്കുക, മുട്ടാൻ വരിക, തൊടാൻ വരിക, പിടിക്കാൻ വരിക. അപ്പൊ അവിടെ ബാക്കി ആൾക്കാരില്ലേ? എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എനിക്ക് സീറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പക്ഷെ രാവിലെ എങ്ങനെയും ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യണം, എത്തണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോബ്ലമാണ്, അറ്റൻഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോബ്ലമാണ്. ഇയാൾ പക്ഷെ ഭയങ്കരമായിട്ട് വൾഗറായ രീതിയിൽ ആ ഭാഗത്ത് നിന്ന് ഇയാൾ എണീറ്റ് പോകുന്നതേ ഇല്ല. അവസാനം ഇയാൾ ജസ്റ്റ് ഒന്ന് മാറി, ഞാൻ ഫോൺ ചെയ്തിട്ട് ഞാൻ കരയാൻ തുടങ്ങി, എനിക്ക് പേടിയാവുന്നുണ്ട്, ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു, അങ്ങനെയാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഫോൺ കട്ടാക്കരുത് ഒരിക്കലും, എനിക്ക് എന്തെന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അത് അറിയണമല്ലോ. ഞാൻ പിന്നെ പുറത്തുനിന്ന് എന്നെ എന്തെങ്കിലും ചെയ്ത് തള്ളിയിട്ടിട്ട് എന്തെങ്കിലും ചെയ്താലോ, പേടി. എല്ലാവരും ഉറങ്ങുക, ഞാനും ഇയാളും മാത്രം. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാന്ന് ആലോചിച്ചിട്ട് ഇയാൾ ജസ്റ്റ് അവിടെ നിന്ന് എന്തോ മാറിയതും, എൻ്റെ കയ്യിൽ ഇത്രയും വലിയ ലഗേജ് പെറ്റിയാണ് ഉള്ളത്, ഇത് എനിക്ക് വിട്ടിട്ട് പോകാനും പറ്റൂല. ഇതായിട്ട് ഞാനൊരു ബോഗിയിൽ നിന്നും ഒരു 15 ബോഗിയോളം ഞാൻ ഓടിയിട്ടുണ്ടാവും. പേടിച്ചിട്ട്
ആ സമയത്തുള്ള ധൈര്യമില്ലായ്മയാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് അപ്പൊ ആരാണ് ഈ ഫോണില് ഫോണിൽ എന്റെ ലൈനിലുണ്ടായിരുന്നത്? ഹസ്ബൻഡിനെ വിളിച്ചു ഞാന്. അദ്ദേഹം പറഞ്ഞു തന്ന ഐഡിയ ആണോ ഇത്? അല്ലല്ല, ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്ക് അറിയണില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, സ്റ്റേഷനിൽ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. എന്താ ചെയ്യണ്ടേ ചോദിക്കുമ്പോ നിക്ക് ഞാൻ എന്തെങ്കിലും, ആൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല, ആളവിടെ നിൽക്കല്ലേ. ഞാൻ ഈ ലഗേജും പിടിച്ചിട്ട് ഓടിയ ഓട്ടത്തില് ഈ സമയം പ്രഗ്നന്റും കൂടെ. എനിക്ക് ആ പേടിയും കൂടെ ഉണ്ട്, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കോ. ഞാനിങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കണോ, നിർത്താതെ ഞാൻ ഓടി. 2 പോലീസുകാരെ കണ്ട്, ഹിന്ദിക്കാരാണ്. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല, നമ്മൾ എന്താ സംസാരിക്കുക. ഭാഗ്യത്തിന് കുറച്ച് ഈ മുറി ഇംഗ്ലീഷ് അറിയുന്ന പോലെ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ, എനിക്ക് എന്തോ ഒരു, എനിക്ക് അതും പറയാൻ പേടി. കാരണം ആ ടി അറിയുന്ന ആളാണെങ്കിലോ, ഇവര് എന്തെങ്കിലും പ്ലാൻ ചെയ്താലോ, നമുക്ക് പല ചിന്തയാണല്ലോ വരുന്നത്. ആ സമയത്ത് ആ ടിനെ കുറിച്ച് പറയാനോ പുറത്തൊന്ന് കംപ്ലൈന്റ് ചെയ്യാനോ ഉള്ള ധൈര്യം പോലും എനിക്കില്ല. എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ അവര് കിടന്ന് ഉറങ്ങിയല്ലോ, ഉറക്കം എന്തെങ്കിലും സംഭവിച്ചാൽ ഉറക്ക വിളിച്ചാൽ ഈ ഉറങ്ങി കിടക്കുന്നവർ എണീക്കില്ലേ? ആ ഒരു ധൈര്യം ഉണ്ടായില്ലേ? അതാ പറയാ, ഞാൻ എത്രത്തോളം ഒരു കവേർഡായിരുന്നു. ഭീരു എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ഒരു വലിയൊരു ഭീരുവായിരുന്നു. ഇപ്പൊ എന്റെ കാലിൽ ആരെങ്കിലും ചവിട്ടിയാ പോലും ഞാൻ പ്രതികരിക്കൂല. ചവിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. ഒരേ കാറിലിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിന് ചവിട്ടി നെരുക്കി ഇങ്ങനെ അമർത്തിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കല്ലാതെ എനിക്ക് പ്രതികരിക്കാൻ അറിയില്ലായിരുന്നു. ആദ്യം നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്നറിയോ? ധൈര്യം. അല്ലാന്നുണ്ടെങ്കിൽ അനുഭവിക്കേണ്ട അങ്ങേയറ്റത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. അന്ന് എനിക്കൊന്ന് ഒച്ചിട്ടിട്ട് ആരുടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചോദിക്കായിരുന്നു. പക്ഷെ അതാണ് എൻ്റെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് പറയുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവോ, ഉറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടാവോ, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ആരെങ്കിലും വിളിച്ചിട്ട് പക്ഷെ ഇയാള് ആണ്, ഇയാള് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഇതാക്കിയാലോ, അല്ലെങ്കിൽ ചിലപ്പോ അവരും കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്താലോ, ഇങ്ങനെയുള്ള പേടികളായിരുന്നു മൊത്തത്തിൽ. ഈ ലഗേജും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓടാ. ഒരു 10-15 പോകി നിർത്താതെ ഓടിയിട്ട് ഇയാൾ കാണാതെ എവിടെ ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. 2 പോലീസുകാരെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ കരച്ചിൽ വരാൻ തുടങ്ങി. എൻ്റെ വിറയലൊക്കെ അവർ കണ്ടു മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ഇവിടെ ഇരുന്നോട്ടെ, എനിക്ക് ഇരുന്നാൽ മാത്രം മതി, എൻ്റെ സീറ്റ് കൺഫേം ആയിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറയും. അപ്പം അവർ പറഞ്ഞു ഇരിക്കുന്നു പറഞ്ഞു. അവർ പോകാൻ നേരത്ത് ഞാൻ അവരുടെ ബാക്കിലേക്ക് പോവാം, നിങ്ങൾ പോവല്ലേ എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങളിവിടെ ഇരുന്നോളൂ, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവർ പോയി കുറച്ച് നേരം കഴിയും. എൻ്റെ കയ്യിലാണെങ്കിൽ എന്നെ കവർ ചെയ്യാനൊരു സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഷോൾ ഉണ്ടായിരുന്നു. ഞാനാണെന്ന് ഇത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലഗേജ് ഞാൻ ഏതിൻ്റെയോ സീറ്റിൻ്റെ അടിയിൽ മറിച്ച് വെച്ചതിന് ശേഷം ഇവരെനിക്കൊരു സീറ്റ് റെഡിയാക്കി തന്നു ഈ പോലീസുകാർ. എന്നിട്ട് എൻ്റെ തലയിലിട്ട ഷോളിനെ മൊത്തത്തിൽ കാലിൻ്റെ അടിയിലേക്കും സൈഡിലൊക്കെ ചുരുട്ടി വെച്ചിട്ട് ഞാനിങ്ങനെ കവർ ചെയ്യാണ്. ഇയാൾ വന്ന് എന്നെ അറിയാതിരിക്കാൻ വേണ്ടി. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞ് ഇയാൾ എങ്ങാനും വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാനിങ്ങനെ പതിയെ ഇങ്ങനെ നോക്കുമ്പോണ്ട് ഇയാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇയാൾ എന്നെ തെരഞ്ഞു നടക്കാണ്. ഞാനിങ്ങനെ ബേജാറായിട്ട് പേടിച്ചിട്ട് തലയും പൊക്കാട്ട് ശ്വാസം പോലും വിടാതെ നമ്മൾ ഇരിക്കൂലേ, ഈ അവസ്ഥയിൽ ഞാൻ അങ്ങനെ കിടന്നു പ്രാർത്ഥിക്കണം, ഇയാൾ എന്നെ കാണരുത്, ഒച്ചിട്ടാ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഷൗട്ട് ചെയ്താൽ മതി. അതിനുള്ള ധൈര്യം പോലും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് വീട്ടുകാരോട് പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല. കാരണം എന്താ, നീ ഇനി പോണ്ടാന്ന് പറയും. അതെ, ഏറ്റവും വലിയ പേടി നമ്മളൊരു സ്ത്രീക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് പുറം ലോകത്തോട് നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് ഈ സമൂഹം മൊത്തം ബ്ലെയിം ചെയ്യുന്ന സ്ത്രീനെ ആയിരിക്കും. നീ എന്തിനാ പോയേ ചോദിക്കൂലേ, നിനക്ക് അതിന്റെ ആവശ്യം എന്താണ്? വെറുതെ വീട്ടിലിരുന്നാ പോരെ, ഇത്രയും സേഫ് ആയിട്ട് വീട്ടിലിരിക്കണേന് പകരം പുറത്ത് പോയതുകൊണ്ടല്ലേ ഇവൻ അങ്ങനെ തോന്നിയത്, നിന്നെ കണ്ടതുകൊണ്ടല്ലേ ഇവൻ അങ്ങനെ തോന്നിയത്. അതായത് ആണുങ്ങൾ എന്തും ചെയ്യും, നിങ്ങൾ അവരുടെ മുന്നിൽ പോയി നിൽക്കരുത്, നിങ്ങൾ പെടരുത്. നിങ്ങളുടെ ഡ്രസ്സിങ് ആണ്, നിങ്ങളുടെ സംസാരമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് ആണ്, ഇതൊക്കെയാണ് ഒരാണിനെ പ്രലോഭിപ്പിക്കുന്നത്. പ്രലോഭനം ഉണ്ടാവുന്ന അവനല്ല പ്രോബ്ലം. ഇപ്പൊ എന്റെ കാണുന്നത്, ഇപ്പൊ മാം എന്റെ എന്താ കാണുന്നത്? ആകെ എന്റെ ഫേസും എന്റെ കയ്യല്ലേ കാണുന്നത്. ഇത് കാണുമ്പോഴേക്കും ആർക്കെങ്കിലും വികാരം വരുന്നുണ്ടെങ്കിൽ എന്നെ ബ്ലെയിം ചെയ്യണോ അല്ല അവനെ ശരിയാക്കണോ? ഇനിയിപ്പോ ഒരു പെണ്ണിനെ വേറെ എങ്ങനെയും കണ്ടോട്ടെ, അത് ആരുടെ കുറ്റം? നമുക്ക് തന്നെയായിരിക്കും കുറ്റം. അപ്പൊ ആ ഒരു പേടി ഓൾവേസ് എനിക്കുണ്ട്. ഇവന്റെ കാര്യം പുറത്ത് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്റെ പഠനം അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിപ്പോ എന്റെ വീട്ടുകാരാണെങ്കിലും ശരി, സമൂഹമാണെങ്കിലും ശരി, ഫസ്റ്റ് ബ്ലെയിം ചെയ്യുന്നത് സ്ത്രീനെ തന്നെയായിരിക്കും.
അപ്പൊ ആ ഒരു അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഈ ബേബീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പോയി ഈ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഡോക്ടർ, എൻ്റെ കൂടെ തന്നെ എൻ്റെ കസിനും കൂടെ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം എൻ്റെ അവസ്ഥ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ തോന്നുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റെസ്റ്റ് പറയും. അതെനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഇത് എന്താ പറയാ, നമ്മുടെ കോഴ്സ് അല്ല, നമ്മുടെ ക്ലിനിക്ക് അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നത്. പിന്നെ അപ്പൊ അവര് ഡോക്ടറെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു ആ കുട്ടീനെ വരാൻ പറയും. ആ കുട്ടി കഴിഞ്ഞ ആഴ്ച കൺസൾട്ടേഷന് വന്നപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തന്നെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു 3rd പ്രഗ്നൻസി ആണ്, യൂട്രസ് വീക്കാണ്, റെസ്റ്റ് എടുക്കണം, അതും കട്ടിലിന്റെ കാലിന്റെ ഭാഗം ഇഷ്ടിക കൊണ്ട് പൊക്കി വെച്ച് അനങ്ങാതെ കിടക്കണം. ഏറ്റവും വലിയൊരു ടെൻഷൻ പിടിച്ച ഒരു സമയമായിരുന്നു ആ സമയം. കാരണം നമ്മുടെ ക്ലിനിക്ക് ക്ലോസ് ചെയ്യാണ്, പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റൂല. അവിടെ നിന്ന് അങ്ങോട്ട് ബെഡ് റെസ്റ്റിലേക്ക് പോയി, ഫുൾ ബെഡ് റെസ്റ്റ്. 90 കിലോയിൽ എത്തിയ ആ സമയത്ത് ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ആ കോഴ്സും ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല. കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോലും ഇത് പറയുന്നത്. പറയാൻ വീണ്ടും കാരണം എന്താ വെച്ചാല് പ്രീമെച്ചുവർഡ് ആയിട്ട് ബേബി ജനിക്കും എന്നുള്ളത് സംഭവം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു നഷ്ടം തൽക്കാലം നമുക്ക് സഹിക്കാം, പിന്നീട് പഠിച്ചോൻ എന്തെങ്കിലും നല്ലത് നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്, നമ്മൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്ത് ഫുൾ ബെഡ് റെസ്റ്റ്. അങ്ങനെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഇതേപോലെ വന്നപ്പോഴെല്ലാം ധൈര്യത്തോടെ ആ പ്രശ്നങ്ങളെ ധൈര്യത്തോടെ മുന്നേറി എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇങ്ങനെ ഓരോരുത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലെ? അങ്ങനെ 3 കുട്ടികളും ഉണ്ടായി. അതിനൊപ്പം തന്നെ പല കോഴ്സുകളും ഇതുപോലെ പഠിച്ചു. അതിന് പിന്നീട് അങ്ങോട്ട് ഇപ്പം 2 കുട്ടികളും കൂടെയായി. അതെ അല്ലേ? മൊത്തം ഇപ്പൊ 5 കുട്ടികളായി. പക്ഷെ 5 മക്കളായി ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹവും ഇന്നിപ്പം ഒരുപാട് പേർക്ക് മോട്ടിവേഷണൽ ക്ലാസ് കൊടുക്കുന്ന ഒരാള്, ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന നല്ലൊരു കൗൺസിലറായി, അങ്ങനെ എല്ലാവർക്കും സമൂഹത്തിന് ഒരുപാട് രീതിയിൽ പലതരത്തില് ഒരു സോഷ്യൽ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലുവായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോ അല്ലെ? ജീവിതാനുഭവങ്ങൾ നമ്മൾ അങ്ങനെ ആക്കി മാറ്റി എന്നുള്ളതാണ് ഒരു വാസ്തവം.